ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്നോവയുടെ ബ്രേക്ക് ഫ്ലൂയിനെ കുറിച്ചാണ്. ഇതാണ് ഇന്നോവയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ടാങ്ക് വരുന്നത്. പിന്നെ ഇത് തുറക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നോവയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് കിടക്കുന്നത്. ഏകദേശം ഈ ഒരു അളവിൽ തന്നെ മിനിമം ബ്രേക്ക് ഫ്ലൂയിഡ് വരേണ്ടതാണ്. ഇതിൽ താന്നു പോയാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി അത് നന്നായി ബാധിക്കും. ക്യാപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിന്റെ ക്യാപ്പിൽ റെഫർ ചെയ്തിട്ടുണ്ട്, അതായത് .3 ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. .4 അങ്ങനത്തെ .5 ഓയിലൊന്നും യൂസ് ചെയ്യരുത്. കറക്റ്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള ഓയിലെ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഒഴിക്കാം. അതിന്റെ ഭാഗത്ത് യൂസ് ചെയ്തത് ടൊയോട്ടയുടെ ജെനുവിൻ ഓയിലാണ്. ഏകദേശം ഒരു $150 MRP വരുന്നതാണ്. ഇത് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. കഴിവതും ഈ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ നോക്കുക. പിന്നെ നമ്മൾ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുമ്പോഴോ അതിനകത്ത് പൊടിയൊന്നും കയറാണ്ട് മാക്സിമം നോക്കുക. അത് ആ ബ്രേക്കിംഗ് എഫിഷ്യൻസിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും പെർ വീക്ക് ഒന്ന് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കുന്നത് നല്ലതാണ്. അത് മിനിമം ഓയിൽ കട ഉണ്ടോയെന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ സേഫ് ഡ്രൈവ്.